രാവിലെ 4 മണിക്ക് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്കുള്ള കോട്ട ദെറാദൂൺ എക്സ്പ്രസിൽ ഹരിദ്വാറിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഹരിദ്വാറിൽ നിന്നും ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള സ്കീയിങ് ലൊക്കേഷനായ ഓലി എന്ന ഉത്തരാഖണ്ഡ് ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. താരതമ്യേന വലിയൊരു സ്റ്റേഷനാണ് ഹരിദ്വാർ. രാവിലെ 4 മണിയായിട്ടേ ഉള്ളൂവെങ്കിലും യാത്രക്കാർ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ എല്ലായിടത്തും സ്ഥലം കിട്ടുന്നിടത്തൊക്കെ യാത്രക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിലൊന്നാണല്ലോ ഹരിദ്വാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ ഇവിടെ എപ്പോഴും കാണും. ഞങ്ങൾ സ്റ്റേഷൻ വിട്ട് പുറത്തിറങ്ങി. സ്റ്റേഷന്റെ പുറത്തും 100 കണക്കിന് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെയും ഇനിയും വരാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. ഹരിദ്വാർ ബസ് സ്റ്റാൻഡിൽ നിന്നും അതിരാവിലെ പുറപ്പെടുന്ന ഒരേയൊരു ബസ്സിൽ കയറി വേണം ഞങ്ങൾക്ക് ഓലിയിലെത്താൻ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. കണ്ടല്ലേ, 4 മണിയായ സമയമായതേ ഉള്ളൂ. പക്ഷേ അത് പൂരിയും സബ്ജിയും ഒക്കെ റെഡിയാണ്. ബസ് സ്റ്റാൻഡ് നോർത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും ഹരിദ്വാറിൽ നിന്നും ബസ്സുകളുണ്ട്. ഇതിന് കാരണം ധാരാളം തീർത്ഥാടകരാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഹരിദ്വാറിലും ഋഷികേശിലും പോകുവാൻ വേണ്ടി എത്തുന്നത്. ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്ക് പോകുന്ന ബസ്സിന്റെ സമയം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്രയും വേഗം ബസ് സ്റ്റാൻഡിലെത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ പല അന്തർ സംസ്ഥാന ബസ്സുകളും അതുപോലെ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിലെ പല ഭാഗത്തോട്ടും പോകുന്ന ബസ്സുകളും നിരനിരയായി കിടപ്പുണ്ട്. ഏതാണ്ട് 25-30 പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയ ബസ്സുകളാണ് ഉത്തരാഖണ്ഡിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ഇതിന് കാരണം ഹിമാലയത്തിലെ ചെറിയ റോഡുകളാണ്. ഓലിയിലേക്കുള്ള ബസ് സ്റ്റാൻഡിൽ ഇല്ലായിരുന്നതുകൊണ്ട് നേരെ എൻക്വയറിയിൽ ചെന്നിട്ട് ബസിന്റെ സമയം അറിയാമെന്ന് വിചാരിച്ചു. सर ओली का बस ओली का बस 5:30 बजे 1 नंबर पे 1 नंबर अभी आया नहीं होगा ना सर? 5 बजे खुल जाएगी. 5 बजे. താങ്ക് യു. രാവിലെ 5:30-നാണ് ഓലിയിലേക്കുള്ള ബസ് പുറപ്പെടുന്നതെന്ന് എൻക്വയറിയിൽ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ ഓലിയിലേക്കുള്ള ബസ് കാത്തുകിടപ്പുണ്ട്. അതിന്റെ ഡോറുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല. അതുകൊണ്ട് പുറത്തു പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. रात में बंद नहीं करता, ये रात में बंद कर लेता है, सोता रहता है. सोता कौन है? आप कब सोएंगे? दिन में बंद है. अच्छा 9 बजे के बाद. अच्छा बस सुबह सुबह होता है ना. ചായക്കടക്കാരനും അയാളുടെ സുഹൃത്തായ സ്ത്രീയും അടുത്ത് നിൽപ്പുണ്ട്. അവർക്കും ചായ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ചായ ഓർഡർ ചെയ്തു. ഈ കട രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. പകൽ ഇവിടുന്ന് അന്തർ സംസ്ഥാന ബസ്സുകൾ തീരെ കുറവായതുകൊണ്ട് കട അടച്ചിട്ടിരിക്കും. ചായക്കടയിൽ നിറയെ പാൻപരാഗിന്റെയും ഹാൻസിന്റെയും കവറുകൾ തൂക്കിയിട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു. ചായക്കടയുടെ തൊട്ടപ്പുറത്ത് ചാർധാം യാത്രയ്ക്ക് വേണ്ടി ബുക്കിംഗ് സ്വീകരിക്കുന്ന ഒരു പ്രൈവറ്റ് ടാക്സി സർവീസാണ്. ഇങ്ങനെയുള്ള ധാരാളം ടൂർ ഓപ്പറേറ്റർമാർ ഹരിദ്വാറിലെ ബസ് സ്റ്റാൻഡിന് അടുത്തുണ്ട്.
റെയിൽവേ സ്റ്റേഷനിലെ പോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിറയെ ആൾക്കാരാണ്. അവരിൽ പലരും നല്ല ഉറക്കത്തിലാണ്. ഈ 3 പേരാണ് എൻ്റെ കൂടെയുള്ള യാത്രക്കാർ. ഇത് പ്രസാദ്, ഇത് ക്രിസ്റ്റോ, ഇത് വിൽസൺ. 3 പേരും ഇങ്ങനെ 4 പേരും ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഇനി 1.5 മണിക്കൂർ സമയമുണ്ട് ബസ്. രാവിലെ 5 മണിയായപ്പോൾ തന്നെ ബസ്സിന്റെ ഗേറ്റുകൾ ഡ്രൈവർ വന്ന് തുറന്നു തന്നു. ഞങ്ങൾ ഓരോരുത്തരായി അകത്ത് കയറി. ബസ്സിൽ ഏതാണ്ട് പകുതി മാത്രമേ ഇപ്പോഴും ആൾക്കാരുള്ളൂ. ₹640 ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ദിവസം 5:30 പുറപ്പെടുന്ന ഈ ഒരേ ഒരു ബസ് മാത്രമേ ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്കുള്ളൂ. രാവിലെ 5:30 ഹരിദ്വാറിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് ഓലിയിലെത്തുമ്പോഴേക്കും ഏതാണ്ട് 4:30 ആകും. അതായത് ഏതാണ്ട് 11 മണിക്കൂർ ബസ് യാത്രയുണ്ട് ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്ക്. നീണ്ട യാത്രയായതുകൊണ്ടാവണം ഡ്രൈവർ വണ്ടിയുടെ ഗ്ലാസുകളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 5:30 തന്നെ ഓലിയിലേക്കുള്ള ഞങ്ങളുടെ ബസ് യാത്ര തുടങ്ങി. ഹരിദ്വാർ ബസ് സ്റ്റേഷന്റെ പുറത്തും ധാരാളം ബസ്സുകൾ കിടപ്പുണ്ട്. ഇവയും ഉത്തരാഖണ്ഡിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകളാണ്. പ്രത്യേകിച്ചും ചാർധാമിലേക്ക് പോകുന്ന ധാരാളം ബസ്സുകൾ ഈ റോഡിൽ ഞാൻ കണ്ടു. ബസ് സ്റ്റാൻഡ് വിട്ട് പുറത്തു വന്നപ്പോഴേക്കും ഹരിദ്വാറിനെ തഴുകി ഒഴുകുന്ന ഗംഗയെ ഞങ്ങൾ കാണാൻ തുടങ്ങി. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഹരിദ്വാറും ഋഷികേശും സന്ദർശിക്കുവാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. ഹരിദ്വാറിൽ നിന്നും ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുണ്ട് ഓലിയിലേക്ക്. ഓലി ഹിമാലയത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കീയിങ് ലൊക്കേഷൻസുകളിൽ ഒന്നാണ് ഓലി. ഹരിദ്വാറിൽ നിന്നും നമ്മുടെ ബസ് ഋഷികേശിലെത്തിയിരിക്കുകയാണ്. ഹരിദ്വാർ ആത്മീയത കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഋഷികേശ് യോഗയ്ക്കും അഡ്വഞ്ചർ സ്പോർട്സിനുമാണ് ഫേമസ് ആയിട്ടുള്ളത്. ഋഷികേശ് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങ് ദൂരെ ഹിമാലയ സാനുക്കൾ ദൃശ്യമായി തുടങ്ങും. ഹരിദ്വാറിനെ പോലെ തന്നെ തിരക്കുള്ള നഗരമാണ് ഋഷികേശും. ഇവിടെ നമുക്ക് ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകളെ കാണാൻ കഴിയും. പ്രധാനമായി യോഗ പഠിക്കുവാൻ വേണ്ടി വരുന്നവരാണ്. അതുപോലെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും അഡ്വഞ്ചർ സ്പോർട്സിന്, പ്രധാനമായിട്ടും റാഫ്റ്റിങ്ങിന് കടന്നു വരുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ നമുക്ക് ഈ നഗരത്തിൽ കാണാം. ഋഷികേശ് കഴിഞ്ഞ് രുദ്രപ്രയാഗും കർണപ്രയാഗും ശ്രീനഗറും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ജോഷിമഠിലെത്തുന്നത്. ജോഷിമഠിൽ നിന്നും പിന്നെയും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഓലിയിലേക്ക്. രുദ്രപ്രയാഗിനടുത്തുള്ള നീൽകമൽ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങി.
ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞു. കുറച്ച് റൊട്ടിയും ദാല്, ചെറിയൊരു ചമ്മന്തി, പിന്നെ ദഹി. രുദ്രപ്രയാഗിൽ വെച്ചാണ് ഹിമാലയൻ നദികളായ അളകനന്ദയും ഭാഗീരഥയും ഒന്നിച്ച് ഗംഗയായി മാറുന്നത്. രുദ്രപ്രയാഗിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ എത്തുമ്പോഴേക്കും ഞങ്ങൾ ശ്രീനഗർ എന്ന ഹിമാലയൻ പട്ടണത്തിലെത്തി. ശ്രീനഗർ കഴിഞ്ഞ് ഞങ്ങൾ കർണപ്രയാഗിലെത്തി. കർണപ്രയാഗിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരമുണ്ട് ജോഷിമഠിലേക്ക്. പക്ഷേ ഈ 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് 4 മണിക്കൂർ കൂടുതൽ സമയമെടുക്കും. കാരണം ഹിമാലയത്തിലെ വഴികൾ തന്നെ. റോഡിന്റെ ഇരുവശവും ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ വെറും ഭംഗിയില്ലാതെ പണിതു വെച്ചവയാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ സൗന്ദര്യം കുറേയേറെ കെടുത്തുന്നുണ്ട്. ചാർധാം യാത്രയിലെ യാത്രക്കാരെ പ്രതീക്ഷിച്ചുള്ള കടകളാണ് കൂടുതലും. യാത്രയിലുടനീളം അളകനന്ദ നദി നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും വളരെ ആഴത്തിലൊഴുകുന്ന നദിയുടെ തീരം ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു ഭീതി നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചത് കൊണ്ടായിരിക്കാം അളകനന്ദ കലിതുള്ളിയാണ് ഒഴുകുന്നത്. അങ്ങകലെ നീലാകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പർവ്വതങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. പലയിടത്തും ഞങ്ങളുടെ ബസ് തിട്ടയോട് വളരെ ചേർന്നാണ് കടന്നു പോകുന്നത്. ഇതൊരു വല്ലാത്ത ഭീതി പിന്നെയും പിന്നെയും ഞങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം പലയിടത്തും എന്ന പോലെ ഹിമാലയൻ ഗ്രാമങ്ങളിലും ചൂട് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ താരതമ്യേന നല്ല ചൂടുണ്ട്. നീലാകാശവും ഹിമാലയ പർവ്വതങ്ങളും പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന അളകനന്ദ നദിയും എത്ര കണ്ടാലും നമുക്ക് മതിവരികയില്ല. മായപ്പൂർ എന്ന ചെറിയ പട്ടണത്തിലെ ഈ ഹോട്ടലിൽ പല ഭാഷകളിലും ഹോട്ടലിന്റെ പേര് എഴുതി വച്ചേക്കുന്നത് കണ്ടു. ചാർധാമിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർശകരെ ഉദ്ദേശിച്ചാണ് പല ഭാഷകളിലുള്ള ഈ ബോർഡ്. മായാപ്പൂർ പിന്നിട്ട് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് സ്റ്റെപ്പ് ഫാമിംഗ് നടത്തുന്ന കൃഷിക്കാരെയും അവരുടെ കൃഷിസ്ഥലങ്ങളെയും കാണാൻ കഴിയും.
പർവ്വതങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല കൃഷി രീതിയാണല്ലോ സ്റ്റെപ്പ് ഫാമിംഗ്. ഞങ്ങളങ്ങനെ ജോഷിമഠിനോട് അടുക്കാറായി. ആ സമയത്താണ് ഡ്രൈവർ ബസ് നിർത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഇത്രയും ഉയരത്തിൽ വന്നിട്ടും ഇപ്രാവശ്യം ഇവിടെ നല്ല ചൂടാണ്. സത്യത്തിൽ 30 ഡിഗ്രിക്ക് അടുത്ത് ചൂടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ये सब इधर का है भैया? सब लोकल है, इधर का है? अच्छा, आप घर के लिए लेके आ रहा? आप घर के लिए लेके आ रहा? ये लोकल है, ये लोकल होगा. हाँ. ഞങ്ങളുടെ കൂടെ ബസ്സിൽ വന്ന പെൺകുട്ടി ഇവിടുത്തെ പച്ചക്കറി ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നത് കണ്ടു. ഇതിൽ പല സാധനങ്ങളും ഹിമാലയത്തിലെ ലോക്കൽ പ്രൊഡക്ഷൻ ആണെന്ന് കടക്കാരൻ പറഞ്ഞു. ഉച്ചക്കത്തെ ലഞ്ചിലൂടെ നിർത്തിക്കുകയാണ്. റൊട്ടിയും കണ്ടില്ലേ, തൈരോടുള്ള കറിയും പരിപ്പും ഒക്കെയാണ്. നീണ്ട യാത്രയായിരുന്നു. ചരടിട്ട് കുരുക്കി കെട്ടിയതുപോലെ വളഞ്ഞും പുളഞ്ഞുമുള്ള ഹിമാലയത്തിലെ റോഡുകൾ കാണാൻ നല്ല രസമാണ്. യാത്രയിലിടയ്ക്കൊക്കെ സ്റ്റെപ്പ് ഫാമിംഗ് നടത്തുന്ന കൃഷിഭൂമികൾ വീണ്ടും കണ്ടു തുടങ്ങി. ദാ ഇവിടെ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ചെറിയൊരു ട്രാഫിക് ജാം. ഹിമാലയത്തിൽ ഇത് മഴക്കാലത്ത് വളരെ കോമൺ ആണ്. അങ്ങനെ ഏതാണ്ട് 3:30 മണിയായപ്പോൾ ഞങ്ങൾ ജോഷിമഠിലെത്തി. ഇവിടെ നിന്നും ഇടത്തോട്ട് പോകുന്ന വഴി ബദ്രീനാഥിലേക്കും വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും പോകുന്ന വഴിയാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് വലത്തോട്ടാണ്. ഓലി എന്ന ചെറിയ ഗ്രാമം ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങനെ ഏതാണ്ട് 11 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഓലി എന്ന ഗ്രാമത്തിലെ ഇനി 5 ദിവസം താമസിക്കേണ്ട ഹോം സ്റ്റേയിലെത്തി. ഇനിയും വരാൻ പോകുന്ന 5 രാത്രികൾ ഞങ്ങൾ ഇവിടെയാണ് ചിലവഴിക്കുന്നത്. പുറത്ത് ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്. ഒരാളെ നമ്മുടെ വെള്ളം ഒഴിക്കുന്നു ചെടിക്കൊക്കെ. നമസ്തേ. हाँ केरला केरला बहुत दूर എന്ന് പറഞ്ഞ ഇച്ചിരി വിലയുള്ളൂ. കേരളം എന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ ഡൽഹി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിലയില്ല. ആ അടിപൊളി. ആ ഇതൊരു അനുഭവമാണ്. So गणेश कैसे हैं आप? सही है, सही है. हाँ सही है. आप वही बस में आ गया, सही हुआ. ഗണേശാണ് ഈ ഹോം സ്റ്റേയുടെ ഉടമസ്ഥൻ. 4 മുറികളുള്ള ചെറിയൊരു ഹോം സ്റ്റേ. 1100 രൂപയാണ് ഒരു ദിവസത്തെ വാടക. ഞങ്ങളുടെ തൊട്ടുമുന്നിൽ കാണുന്ന ഈ പർവ്വതങ്ങളിലൊക്കെയും മഞ്ഞുകാലത്ത് മൊത്തം ഹിമമായിരിക്കും.
4 മുറികളുള്ള ഈ ചെറിയ ഹോം സ്റ്റേയുടെ 2 മുറികൾ ഞങ്ങൾ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 1100 രൂപയാണ് വാടക. ഭക്ഷണത്തിന് മിതമായ ചാർജും ഉണ്ട്. അങ്ങ് ദൂരെ പൊട്ടുപോലെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ മിലിറ്ററിയുടെ സെറ്റിൽമെൻറ്റുകളാണ്. ചൈനയുടെ വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഓലിയിലും ജോഷിമഠിലുമൊക്കെ ധാരാളം മിലിറ്ററി പ്രസൻസ് ഉണ്ട്. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ചുറ്റും കൃഷി നടത്തുന്നുണ്ട്. ആപ്പിളും പീറും പോലുള്ള ഫലവർഗ്ഗങ്ങളാണ് ഇവിടെ കൃഷിയുള്ളത്. താഴെ ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹം രാജ്മ എന്ന് പറയുന്ന പയർ വർഗ്ഗമാണ് ഇവിടെ നടുന്നത്. ഈ സമയം മൺസൂൺ സമയം രാജ്മ കൃഷി ചെയ്യുന്ന സമയമാണെന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റി മാത്രമുള്ള ഒരു ഹോം സ്റ്റേ ആണിത്. ഇവിടെ പ്രസാദ് ഞങ്ങൾക്ക് വേണ്ടി ചൂടുള്ള കോഫി തയ്യാറാക്കുന്നു. ഒരു ചൂടുള്ള കാപ്പി കുടിച്ചിട്ട് പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഓലി എന്ന ഈ ചെറിയ ഗ്രാമത്തിനെ പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ മടങ്ങി വരാം. അതുവരേക്കും നമസ്കാരം.